KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച PK ശശി ഇനി എന്താണ് ചെയ്യുക? എന്തായിരിക്കും PK ശശിയുടെ അടുത്ത നീക്കങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട പല വിഷയങ്ങളുമുണ്ട്. ഈ വിഷയങ്ങളിൽ CPM നേതാക്കളൊക്കെ പറയുന്നത് PK ശശി പോകില്ല, അല്ലെങ്കിൽ പാർട്ടി വിടില്ല എന്നാണ് കരുതുന്നതെന്നാണ്. പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിൽ ആലോചിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിനാ രാജിവെച്ചതെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വലതുപക്ഷമാവാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ പോവും എന്ന് വിചാരിക്കുന്നില്ല. എങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസത്തെ PK ശശിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ വീടിൻ്റെ മൂലക്കിരിക്കുമെന്ന് ആരും കരുതേണ്ട എന്നാണ്. അത് ശശി പറഞ്ഞത് CPM നേതാക്കളോടാണെന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും UDF-ഉം ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലീഗാണ് ഇതിൽ മുഖ്യമായും ഇടനില നിൽക്കുന്നത്. ഇന്ന് ഷംസുദ്ദീൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം വളരെ കൗതുകമുള്ളതാണ്. പാർട്ടിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നത്, അദ്ദേഹത്തിനെതിരായുള്ള നടപടികൾ, അദ്ദേഹത്തെ തരം താഴ്ത്തിയത്, അപ്പോൾ അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആ പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പുറത്ത് വിയോജിപ്പുണ്ടായി നമ്മളുമായി സഹകരിക്കാൻ തയ്യാറുള്ളവർ വരുമ്പോൾ, അതും പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യമൊക്കെ ഉള്ള ആളുകൾ വരുമ്പോൾ, ജനപിന്തുണയുള്ള ആളുകൾ വരുമ്പോൾ അത് സ്വാഗതം ചെയ്യും, സ്വാഭാവികമല്ലേ. മാർച്ച് 5-ന് പാലക്കാട് പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരു വിമതരുടെ യോഗം ചേരും. ഏകദേശം 500-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് വിമത നേതാവായ സതീഷ് പറയുന്നത്. പാലക്കാട് ജില്ലയ്ക്കകത്തുള്ള CPIM അസംതൃപ്തരായിട്ടുള്ള എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തക കൺവെൻഷനാണ് ഇപ്പോൾ നടത്തുന്നതിന് വേണ്ടി ആലോചിച്ചത്. അദ്ദേഹത്തെ കൂടി ഈ അസംതൃപ്തരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത്. ഏതായാലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ശശി ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ വഴി സ്വീകരിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. മൽഘോഷി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.